തിരുവനന്തപുരം സ്വദേശിയായ ആദിത്യൻ എന്ന രണ്ടാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം കേരളത്തെയും ബംഗളൂരുവിലെ മലയാളി വിദ്യാർത്ഥി സമൂഹത്തെയും ഒരുപോലെ ഉലച്ചിരിക്കുകയാണ്. വലിയ സ്വപ്നങ്ങളുമായി പഠിക്കാനായി ബംഗളൂരുവിലെത്തിയ ആ യുവാവ് ഒരു ഹോസ്റ്റൽ മുറിയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതു പിന്നിൽ കേവലം മാനസിക പ്രയാസങ്ങൾ മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസ മാഫിയയുടെ ചതിയും അധ്യാപകരുടെ പീഡനവും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന ആദിത്യൻ പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ പ്രദീപ് തന്റെ പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും മകന്റെ പഠനത്തിനായി വലിയ തുക കണ്ടെത്തുകയും അവനെ നഴ്സിംഗ് പഠനത്തിനായി അയക്കുകയും ചെയ്തു. എന്നാൽ പഠനത്തിനായി എത്തിയ ബംഗളൂരുവിലെ കോളേജിൽ ആദിത്യനെ കാത്തിരുന്നത് വഞ്ചനകളുടെ ഒരു നീണ്ട നിരയായിരുന്നു. അഡ്മിഷൻ അടുത്തപ്പോൾ മുതൽ കോളേജ് അധികൃതർ ചതിക്കുകയായിരുന്നുവെന്ന് അച്ഛൻ പ്രദീപ് ആരോപിക്കുന്നു. BTL നഴ്സിംഗ് കോളേജിൽ എന്ന പേരിലാണ് ആദിത്യനെ കൊണ്ടുപോയതെങ്കിലും അവിടെ എത്തിയപ്പോൾ മറ്റൊരു കോളേജിന്റെ പേര് പറഞ്ഞാണ് അഡ്മിഷൻ എടുപ്പിച്ചത്. ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചോ ആലോചിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന കച്ചവട കണ്ണുകൾക്ക് ഇരയാവുകയായിരുന്നു ഈ യുവാവ്. മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ വീട്ടുകാരുമായി വളരെ സന്തോഷത്തോടെ വീഡിയോ കോളിൽ സംസാരിച്ചിരുന്ന ആദിത്യൻ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ കുടുംബത്തിന് കഴിയുന്നില്ല. ഇതിനെ കേവലം ഒരു കുടുംബ പ്രശ്നമാക്കി മാറ്റി തീർക്കാൻ കോളേജ് അധികൃതർ നടത്തുന്ന ശ്രമങ്ങൾ കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. ആദിത്യന്റെ ഈ അകാല വിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. വിഷുവിന് അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയ ആ മകൻ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ കുടുംബാംഗങ്ങൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ആദിത്യന്റെ മരണശേഷം പുറത്തുവരുന്ന വിവരങ്ങൾ ഏറ്റവും ഗൗരവകരമായ ഒന്നാണ് അവന്റെ കോളേജ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന തിരിമറികൾ. മകൻ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി മികച്ച നിലയിൽ എത്തണമെന്ന ആഗ്രഹത്തോടെ ബംഗളൂരുവിലേക്ക് അയച്ച തങ്ങൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടതെന്ന് അച്ഛൻ പ്രദീപ് വെളിപ്പെടുത്തുന്നു. BTL നഴ്സിംഗ് കോളേജിലേക്കെന്ന പേരിലാണ് ആദിത്യനെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയത്. എന്നാൽ ബംഗളൂരുവിൽ എത്തിയപ്പോൾ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കിയത് മറ്റൊരു കോളേജിന്റെ പേരിലായിരുന്നു. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പോലും ഈ ചതി നടന്നുവെന്ന് പിതാവ് ആരോപിക്കുന്നു. ഒരു കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്യുകയും പിന്നീട് മറ്റൊരു സ്ഥാപനത്തിൽ ചേർക്കുകയും ചെയ്യുന്ന ഈ രീതി വിദ്യാഭ്യാസ ഏജന്റും കോളേജ് അധികൃതരും ചേർന്ന് നടത്തുന്ന വലിയൊരു മാഫിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് കുടുംബത്തിന്റെ സംശയം. പെയിന്റിംഗ് തൊഴിലാളിയായ പ്രദീപ് തന്റെ പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും മകന്റെ ഭാവി മുൻനിർത്തിയാണ് ലക്ഷക്കണക്കിന് രൂപ കണ്ടെത്തിയത്. അഡ്മിഷൻ സമയത്തെ ഈ കോളേജ് മാറ്റം ആദിത്യനെ തുടക്കത്തിൽ തന്നെ മാനസികമായി തളർത്തിയിരുന്നു. പഠിക്കാൻ ആഗ്രഹിച്ച സ്ഥാപനത്തിന് പകരം മറ്റൊരു കോളേജിൽ നിൽക്കേണ്ടി വന്നത് അവനെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കി. ഈ വിഷയങ്ങളെല്ലാം മറച്ചുവെച്ച് മരണം കേവലം ഒരു കുടുംബ പ്രശ്നം മൂലം നടന്നതാണെന്ന് വരുത്തി തീർക്കാനാണ് കോളേജ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് കുടുംബം പറയുന്നു. അഡ്മിഷൻ പ്രക്രിയയിൽ നടന്ന ഈ സുതാര്യമില്ലായ്മ ആദിത്യന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണോ എന്ന് അന്വേഷിക്കണമെന്ന് പ്രദീപും ആവശ്യപ്പെടുന്നു. കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട രേഖകൾ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. അഡ്മിഷൻ സമയത്ത് മറ്റൊരു പേര് പറഞ്ഞ് തങ്ങളെ കബളിപ്പിച്ചവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കർണാടക പോലീസിൽ നിന്ന് ഇനിയൊരു നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും കേരള സർക്കാർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും ആദിത്യന്റെ പിതാവ് വ്യക്തമാക്കി. ആദിത്യന്റെ മരണം കേവലം ഒരു ആത്മഹത്യ അല്ലെന്നും അതിനു പിന്നിൽ ആസൂത്രിതമായ പീഡനങ്ങളും ഗൂഢാലോചനകളും നടന്നിട്ടുണ്ടെന്നും കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൽ പ്രധാനമായും ഉയർന്നുവരുന്ന ഘടകങ്ങളാണ് കോളേജിലെ ലഹരി മാഫിയയുടെ ഇടപെടലും ഒരു അധ്യാപകന്റെ നിരന്തരമായ പീഡനവും. കോളേജിലെ അധ്യാപകനായ സന്ദീപ് പാണ്ഡ്യ ആദിത്യനെ നിരന്തരം മാനസികമായി വേട്ടയാടുന്നതായി അച്ഛൻ പ്രദീപ് വെളിപ്പെടുത്തുന്നു. സന്ദീപ് പാണ്ഡ്യയുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും ആദിത്യൻ അമ്മയോട് പലതവണ ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഒരു അധ്യാപകനിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയ്ക്ക് പകരം ആദിത്യന് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനമായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ആദിത്യൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയിൽ നടന്ന സംഭവങ്ങൾ മരണത്തിന് വലിയൊരു കാരണമായിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. ഹോസ്റ്റൽ മുറിയിൽ ആദിത്യനോടൊപ്പം താമസിച്ചിരുന്ന മറ്റു 2 വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. ഇത് ആദിത്യൻ ചോദ്യം ചെയ്യുകയും അവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിവരം പുറത്തായതോടെ ലഹരി കേസ് ആദിത്യന്റെ തലയിൽ കെട്ടിവെക്കാനും അവൻ ലഹരിക്ക് അടിമയാണെന്ന് വരുത്തി തീർക്കാനും സഹപാഠികൾ ശ്രമിച്ചു. ഈ ക്രൂരമായ നീക്കത്തിന് അധ്യാപകന്റെ പിന്തുണയും ഉണ്ടായിരുന്നുവെന്ന് കുടുംബം വിശ്വസിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് പ്രതിക്കൂട്ടിലാക്കപ്പെട്ടതും അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒറ്റപ്പെടുത്തലും ആദിത്യനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി. ഒരിക്കലും ലഹരി ഉപയോഗിക്കാത്ത തന്റെ മകനെ ഈ സംഘം ആസൂത്രിതമായി കുടുക്കിയതാണെന്ന് പ്രദീപ് ആവർത്തിക്കുന്നു. കോളേജ് അധികൃതർ ഈ മാഫിയ സംഘത്തെ സംരക്ഷിക്കുകയാണെന്നും പിതാവ് ആരോപിക്കുന്നു. ലഹരി മാഫിയെക്കുറിച്ചും അധ്യാപകന്റെ പീഡനത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കോളേജ് ഹോസ്റ്റലിലെ ലഹരി ഇടപാടുകളെക്കുറിച്ച് ബംഗളൂരു പോലീസ് മൗനം പാലിക്കുന്നത് സംശയാസ്പദമാണെന്നും ഇതിനു പിന്നിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ആദിത്യന്റെ മരണം ഒരു സാധാരണ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള കോളേജ് അധികൃതരുടെ നീക്കങ്ങളെ നിയമപരമായി നേരിടാനാണ് കുടുംബത്തിന്റെ തീരുമാനം. മകന്റെ വിയോഗത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനായി അവർ വലിയൊരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. കർണാടക പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കുടുംബം തൃപ്തരല്ല. കർണാടക പോലീസിൽ നിന്നോ കോളേജിൽ നിന്നോ നീതി പ്രതീക്ഷിക്കുന്നില്ലെന്ന് അച്ഛൻ പ്രദീപ് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കേരളത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം കേസ് പരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അഡ്മിഷൻ സമയത്ത് മറ്റൊരു കോളേജിന്റെ പേര് പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുന്നതിനെതിരെ കോടതിയിൽ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട്.
കോളേജ് അധികൃതരും ഏജന്റുമാരും ചേർന്ന് നടത്തിയ ഈ വഞ്ചനയാണ് ആദിത്യനെ മാനസികമായി തളർത്തിയത്. ഇതിനെതിരെ വഞ്ചനാ കുറ്റത്തിനും മാനസിക പീഡനത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് അഭിഭാഷകൻ മുഖേനയുള്ള നീക്കം. ആദിത്യന് അവസാനമായി അയച്ച സന്ദേശങ്ങളും സഹപാഠികളുമായുള്ള തർക്കത്തിന്റെ വിവരങ്ങളും ശേഖരിക്കാൻ കുടുംബം ശ്രമിക്കുന്നുണ്ട്. ഹോസ്റ്റലിലെ ലഹരി മാഫിയെക്കുറിച്ചും അധ്യാപകൻ സന്ദീപ് പാണ്ഡ്യയുടെ പീഡനങ്ങളെക്കുറിച്ചും ആദിത്യൻ നൽകിയ സൂചനകൾ കോടതിയിൽ തെളിവാക്കി ഹാജരാകും. സഹപാഠികളുടെ മൊഴികളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി പുനരന്വേഷണം ആവശ്യപ്പെട്ടും ആദിത്യന്റെ മരണം കേവലം ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ എന്നതിലുപരി അന്യസംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളുടെയും വിദ്യാഭ്യാസ മാഫിയയുടെ ചതിക്കുഴികളുടെയും നേർചിത്രമായി മാറിയിരിക്കുകയാണ്. ആദിത്യന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മകന്റെ ഓർമ്മകൾക്ക് മുൻപിൽ വിതുങ്ങുന്ന ആ കുടുംബത്തിന്റെ കണ്ണീർ തോരണമെങ്കിൽ ചതിയുടെയും പീഡനത്തിന്റെയും യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം.